കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0. IGNO previous year question paper ഒരു ultimate analysis ആണ് ഈ ഒരു whole session. So in this session we are discussing BA Economics paper PECC 103. So ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിന്റെ ഒരു ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ TEയിലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷന്റെ റോഡ് മാപ്പ് നമുക്ക് ഒന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് അതിന്റെ ടോപ്പിക്സും സബ് ടോപ്പിക്സും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഡിഫറെന്റ് ഫൊമാറ്റിൽ നമുക്ക് എക്സാം പാറ്റേൺസ് ഉണ്ട്. സോ അതിന്റെ ഒരു അനാലിസിസും ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോം ഓഫ് എക്സാം പാറ്റേൺസ് അതിന്റെ മാർക്കിംഗ് സ്കീമും ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് റിക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രം പാസ്റ്റ് ഇയേഴ്സ്, അതുപോലെ തന്നെ ഈ ഒരു ഡിസംബർ TEയിലോട്ടേക്ക് പ്രൊബബിൾ ആയിട്ടുള്ള സം ടോപ്പിക്സിന്റെ ഒരു പ്രിഡിക്ഷൻ അനാലിസിസും ഇതോടൊപ്പം നടത്തിയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ ആണ്. ഇഗ്നോയുടെ തന്നെ സെയിം പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്തിട്ട് നമ്മൾ എൻഡ് ഓഫ് ദ സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഗോ ത്രൂ ചെയ്യണം. ഇതിന്റെ ഒരു ആൻസറും അതുപോലെ തന്നെ അതിന്റെ മാർക്കിംഗ് സ്കീമും നമ്മുടെ ലേൺവൈസ് ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതും കൂടെ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, അറ്റ്ലീസ്റ്റ് ട്വൈസെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ നമുക്ക് സിലബസ് മാപ്പിംഗ് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിലുള്ള സം ടോപ്പിക്സുകൾ നോക്കുകയാണെങ്കിൽ സർക്കുലർ ഫ്ലോ, എക്കോണമി, ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ എക്കോണമി ഉണ്ട്. സോ ആ ഒരു ടോപ്പിക് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ലോ റെലവെന്റ് ആണ്. നാഷണൽ ഇൻകം ഐഡന്റിറ്റി ഓർ ഇന്റർ റിലേഷൻഷിപ്സ് 2 ടൈംസ് അപ്പിയർഡ് ആണ്, ലോ റെലവെന്റ് ആണ്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. നാഷണൽ ഇൻകം പ്രൊഡക്റ്റ് വാല്യൂ ആഡഡ് മെത്തേഡ് 3 ടൈംസ് അപ്പിയർഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, GDP റിയൽ വേഴ്സസ് നോമിനൽ, നാഷണൽ ഇൻകം 2 ടൈംസ് അപ്പിയർഡ് ആണ്, നാഷണൽ ഇൻകം മെത്തേഡ് 1 ടൈം അപ്പിയർഡ് ആണ്, മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ 4 ടൈംസ് അപ്പിയർഡ് ആണ്. നെക്സ്റ്റ് ലോ കാറ്റഗറിയിൽ പെടുന്ന സം ടോപ്പിക്സ് തന്നെയാണ്. ഹോട്ട് മണി, ഫങ്ഷൻസ് ഓഫ് മണി, ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്ക്സ്, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ഫിഷർ കാംപ്ലേറ്റ് തിയറീസ്, കൈനീഷ്യൻ ഡിമാൻഡ് ഫോർ മണി ആൻഡ് ടൈപ്സ്, ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ്, മണി മാർക്കറ്റ്. നെക്സ്റ്റ് മോണിറ്ററി പോളിസി, ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻസ്ട്രുമെന്റ് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ കമ്പാരിറ്റീവ്ലി മീഡിയം റെലവെന്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഈസി ആൻഡ് ഇൻഫ്ലേഷൻ, ഡെഫിനിഷൻ, ടൈപ്സ്, മെഷർമെന്റ് ലോ കാറ്റഗറി പെടുന്ന ടോപ്പിക്സ് ആണ്. ഇൻഫ്ലേഷനും അതിന്റെ കോസസും മീഡിയം കാറ്റഗറിയാണ്. ഇൻഫ്ലേഷൻ എഫക്ട് ആൻഡ് ഇൻസിഡൻസ് 4 തവണ അപ്പിയർ ചെയ്ത് ലോ കാറ്റഗറിയാണ്. നെക്സ്റ്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 10 ഒരു കോർ ടോപ്പിക് ആണ്. കൈനീഷ്യൻ മോഡലും കൈനീഷ്യൻ പ്രോസ് ആൻഡ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് 10 ടൈംസ് അപ്പിയർഡ് ആണ്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് മൾട്ടിപ്ലെയർ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ്, ബാലൻസ്ഡ് 8 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറിയാണ്. കൺസെപ്ഷൻ ഫംഗ്ഷൻസ്, പ്രോപ്പർട്ടീസും അതിന്റെ ഡിമാൻഡും ലോ കാറ്റഗറിയാണ്. ഫിസിക്കൽ പോളിസി, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് ആൻഡ് ബഡ്ജറ്റ് 5 തവണ അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറിയാണ്. ക്ലാസിക്കൽ വേഴ്സസ് കൈനീഷ്യൻ മാക്രോ എക്കണോമിക്സ് 3 ടൈംസ് അപ്പിയർഡ് ആണ്, ലോ കാറ്റഗറിയാണ്. ക്ലാസിക്കൽ സിസ്റ്റം, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്, സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്, IS കർവ് അതിന്റെ ഡെറിവേഷൻസും സ്ലോപ്പ് പൊസിഷൻസും ലോ കാറ്റഗറിയാണ്. LM കർവ് അതിന്റെ പൊസിഷൻസ്, അതുപോലെ ISLM സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് 6 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ കാറ്റഗറിയാണ്. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്, ഫോളോഡ് ബൈ അതുപോലെ തന്നെ ബ്ലോക്ക് 4 ആണ് ഹൈലി ഇമ്പോർട്ടന്റ്, ഇറ്റ് ഫോളോഡ് ബൈ ബ്ലോക്ക് 2. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ബ്ലോക്ക് 5ഉം ബ്ലോക്ക് 1ഉം, ലാസ്റ്റ്ലി ബ്ലോക്ക് 3. ഇനി ഒരു ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 10 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, യൂണിറ്റ് 4ഉം വളരെയധികം ഇമ്പോർട്ടന്റ് തന്നെയാണ്. സോ നമുക്ക് ഹൈ ഈൽഡ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൈനീഷ്യൻ മോഡൽ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതിന്റെ ഫീച്ചേഴ്സും അസംഷൻസും ഇമ്പോർട്ടന്റ് ആണ്. 10 തവണ അത് അപ്പിയർഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്, ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സെക്കൻഡ് ടോപ്പിക് ആണ് മൾട്ടിപ്ലെയർ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് 8 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് LM കർവ്, അതിന്റെ ഡെഫിനിഷൻസും സ്ലോപ്പും അതിന്റെ പൊസിഷൻസും അസംഷൻസും ഒക്കെയാണ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, essay ചോദിക്കാറുണ്ട് 20 മാർക്സിന്.
500 ആണ് ഒരു വേർഡ് കൗണ്ട്. 2 ടൈപ്സ് അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ എസ് എ ടൈപ്പിൽ ചോദിക്കാം. അപ്പൊ ആവറേജ് സ്കോർ 14 ആണ്. ഷോർട്ട് ആൻസേഴ്സ് 12 മാർക്സിനാണ് ചോദിക്കാറ്. മേ ബി ഒരു 5-4 ഒക്കെ ചോദിക്കാറുണ്ട്. സോ 48 ആണ് ആവറേജ് സ്കോർ. 250 വേർഡ് ലിമിറ്റ് ആണ്. ഷോർട്ട് നോട്ട്സ് 6 മാർക്കിന് ചോദിക്കും. 2 ഷോർട്ട് നോട്ട്സ് ചോദിക്കാം. 12 മാർക്സ് 100 വേർഡ്സിന് ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻസ് അതുപോലെ ഗ്രാഫിക് ബേസ്ഡ് ആയിട്ടുള്ളതും ഡെറിവേഷൻസും ചോദിക്കാറുണ്ട്. സോ എസ് എ എന്ന് പറയുമ്പോൾ 500 വേർഡ്സിനാണ്, 20 മാർക്സിനാണ്. സോ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു സ്ട്രക്ചർ നമ്മൾ അഡ്രസ് ചെയ്യണം. എന്നാൽ തന്നെ നമുക്ക് മാക്സിമം സ്കോർ കിട്ടും. ഒരു ഡെഫിനിഷൻസ്, അതുപോലെ അതിന്റെ ഡയഗ്രാം, ഇന്റർപ്രിട്ടേഷൻസ്, അസംഷൻസ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഓക്കെ, ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. 40% വെയിറ്റേജ് ഉള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണ് എസ് എ ടൈപ്പ്. ഷോർട്ട് ആൻസർ 12 മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 250 വേർഡ്സിനാണ് ചോദിക്കാറ്. അതിന്റെ കോൺസെപ്റ്റും ആപ്ലിക്കേഷൻസും നമ്മൾ നിർബന്ധമായിട്ടും എഴുതണം. 4 ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ഒരു കൈൻഡ് ഓഫ് ഷോർട്ട് ആൻസറിന് നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. ഷോർട്ട് നോട്ട്സ് 100 വേർഡ്സ് ആണ്, 6 മാർക്കാണ്. 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കുമ്പോൾ 12% ആവറേജ് ഷെയർ ഉണ്ട്. നെക്സ്റ്റ് ഡെഫിനിഷൻസ് ആണ്. എന്തായാലും ഒരു 60-20 മാർക്സിന് എക്സ്പെക്റ്റഡ് ആണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് വൈസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 4 30% ചാൻസ് ഉണ്ട് ടോട്ടൽ ഷെയർ. ഹൈ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ ചാർട്ട് നോക്കിയപ്പോഴും കണ്ടു ബ്ലോക്ക് 4 ഒരുപാട് കോർ ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ്. ബ്ലോക്ക് 2 70% ആണ്. ബ്ലോക്ക് 5 16% ആണ്. ബ്ലോക്ക് 1 11% ആണ്. ബ്ലോക്ക് 3 8% ആണ്. നെക്സ്റ്റ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോമാറ്റ്സിന്റെ ഒരു ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എസ് എ ടൈപ്പ് അത് നിർബന്ധമായിട്ടും ചോദിക്കുന്നത് തന്നെയാണ്. ഓറഞ്ച് കളറിൽ നമുക്ക് കാണാം, സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ആൻസറും സ്റ്റഡി ആണ്. നെക്സ്റ്റ് ഡെഫിനിഷൻസ് ആണ്. അതിനൊരു ഡിസംബർ 24 ആകുമ്പോഴേക്കും ജൂൺ 25 വരെ ഒരു ഹൈക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ഇൻകം ഡിറ്റർമിനേഷൻ വയ ദ കൈനീഷ്യൻ ക്രോസ് ആൻഡ് ഡിഫൈൻ ദ കൈനീഷ്യൻ ക്രോസ് 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് യൂസിങ് ISLM എക്സ്പ്ലെയിൻ സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ദ അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് 6 times appeared ആണ്. ഡിസ്ക്രൈബ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് മോണിറ്ററി പോളിസി റോൾ ഓഫ് ദ സെൻട്രൽ ബാങ്ക് 6 times appeared ആണ്. എക്സ്പ്ലെയിൻ ദ ഇൻവെസ്റ്റ്മെന്റ് ഡിറൈവ് ഡിസ്കസ് ലിമിറ്റേഷൻ 6 times appeared ആണ്. Derive the LM curve and discuss its slope positions. Interpret a point on the LM curve 5 times appeared ആണ്. Explain national income measurement by product, income, expenditure, value added methods with equations 5 തവണ ചോദിച്ചിട്ടുണ്ട്. State the functions of money and explain measures of money supply 5 തവണ ചോദിച്ചിട്ടുണ്ട്. Discuss the quantity theory of money and its implication 4 തവണ ചോദിച്ചിട്ടുണ്ട്. Explain output and employment determination in the classical system, full employment logic 3 തവണ ചോദിച്ചിട്ടുണ്ട്. Explain real and money flows using circular flow diagrams 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെങ്കിൽ കൈനീഷ്യൻ മോഡൽ 9 തവണ അപ്പിയർഡ് ആണ്. ആവറേജ് സ്കോർ 15 ആണ്. ISLM മോഡൽ 6 തവണ അപ്പിയർഡ് ആണ്. 14 ആണ് ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസി ആൻഡ് മൾട്ടിപ്ലയർ 6 times അപ്പിയർഡ് ആണ്. അറൌണ്ട് 11% ആവറേജ് സ്കോർ. LM കർവ്, നാഷണൽ ഇൻകം, ഫങ്ഷൻസ് മെഷേഴ്സ് ഓഫ് മണി 5 times അപ്പിയർഡ് ആണ്. അറൌണ്ട് ഒരു 15 to 16 ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ആവറേജ് സ്കോർ. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി 4 ആണ് അപ്പിയർഡ്. 14% ആണ് ഒരു ആവറേജ് സ്കോർ. ക്ലാസിക്കൽ സിസ്റ്റം സർക്കുലർ ഫ്ലോ 3 times അപ്പിയർഡ് ആണ്. അറൌണ്ട് 15 to 70% ആണ് ഒരു ആവറേജ് സ്കോർ. നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഫ്രം 21 തൊട്ട് 25 ജൂൺ വരെയുള്ള 47% ക്വസ്റ്റ്യൻസ് എന്താണ് റിപ്പീറ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്, റെക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. 2 തവണയെങ്കിലും നമ്മൾ ആ ടൈം ലിമിറ്റ് വെച്ചിട്ട് വേർഡ് കൗണ്ട് അഡ്രസ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഹോൾ പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം.
അതുപോലെ ഓരോ ആൻസർ ഫോമാറ്റിനും ഒരു സ്ട്രാറ്റജിക് മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡ് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യണം. അതിൽ ഇതിന്റെ അസംഷൻസും ഫോർമുലാസും ഡെഫിനേഷൻസും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആണ്. ഈ December 25 എന്തൊക്കെ ടോപ്പിക്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട്, ഇതിനൊക്കെ ചാൻസസ് ഉണ്ടോ നോക്കാം. കൈനീഷ്യൻ മോഡൽസ് ഹൈ കാറ്റഗറി ആണ്. പ്രോബബിലിറ്റി 87% ആണ്. അറൗണ്ട് ഇൻഫ്ലേഷൻ 87% ചാൻസ് ഉണ്ട്. ഹൈ കാറ്റഗറി ടോപ്പിക് ആണ്. നെക്സ്റ്റ് നാഷണൽ ഇൻകം മെത്തേഡ്സ് 75% ചാൻസ് ഉണ്ട്. ഹൈ കാറ്റഗറി ആണ്. നെക്സ്റ്റ് മീഡിയം കാറ്റഗറിയിലെ ടോപ്പിക്സ് നോക്കാം. മോണിറ്ററി പോളിസി, ഫങ്ഷൻസ് ആൻഡ് മെഷേഴ്സ് ഓഫ് മണി, ഫിസിക്കൽ പോളിസി, ISLM കർവും അതിന്റെ ഇക്വിലിബ്രിയം അഡ്ജസ്റ്റ്മെന്റ്, മൾട്ടിപ്ലയർ, LM കർവ്, ഡെറിവേഷൻസ്, സ്ലോപ്പ്, പൊസിഷൻസ്, ഗ്രാഫിന്റെ 62% ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ്. 50% ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറിയാണ്. സർക്കുലർ ഫ്ലോ 50% ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറിയാണ്. നെക്സ്റ്റ് ലോ കാറ്റഗറിയിലുള്ള ടോപ്പിക്സ് നോക്കാം. ഇൻഫ്ലേഷൻ, കോസസ് ആൻഡ് എഫക്ട്സ്, ക്ലാസിക്കൽ വേഴ്സസ് കൈനീഷ്യൻ ആൻഡ് ക്ലാസിക്കൽ സിസ്റ്റംസ്, കൈനീഷ്യൻ ഡിമാൻഡ് ഫോർ മണി അതിന്റെ ടൈപ്സ്, IS കർവ്, ഡെറിവേഷൻസും സ്ലോപ്പും പൊസിഷൻസും, GDP റിയൽ വേഴ്സസ് നോമിനൽ ലിമിറ്റേഷൻസ്, ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ്, ക്രെഡിറ്റ് ക്രിയേഷൻ, കൺസെപ്റ്റ് ഓഫ് ഫങ്ഷൻസ്, കൺസെപ്ഷൻ ഫങ്ഷൻസ്. നെക്സ്റ്റ് ഹൈ പ്രയോറിറ്റി ചാൻസിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 70% ചാൻസ് ഉണ്ട്. ഡയഗ്രാമും അതുപോലെ തന്നെ 3+ സെന്റൻസും അതിന്റെ ഇന്റർപ്രിട്ടേഷൻസും നിർബന്ധമാണ്. ഒരു ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ അത് നമ്മൾ പഠിച്ചെടുക്കണം. നെക്സ്റ്റ് മീഡിയം കാറ്റഗറിയിൽ 40 to 69% ചാൻസ് ഉള്ളതാണ്. ഡെഫിനിഷൻസ് ഫ്ലാഷ് കാർഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിക്കണം. മിനി ഡെറിവേഷൻസും അതുപോലെ ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ലോ കാറ്റഗറിയിലുള്ളതാണ്. ലെസ് ദാൻ 40% ചാൻസ് ഉള്ളതാണ്. അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇതാണ് നമ്മുടെ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ആൻസേഴ്സ് ലേൺവൈസിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ 3 hours എടുത്തിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം സ്കോർ 100 ആണ്. ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്തായാലും നിങ്ങൾ വായിച്ചിരിക്കണം. So first instruction, attempt questions from all 3 sections exactly as directed in each section. Second, write concise, well-structured answers. Third, use standard macroeconomic notations. Okay, ഇതെന്താണ് നിങ്ങൾ യൂസ് ചെയ്യണം. Section A, attempt any two in about 500 words. Okay, total score 14 ആണ്. First question, explain income and output determination in the simple Keynesian model. State the equilibrium conditions and discuss stability around equilibrium. Second, define inflation, distinguish key types and explain how the general price level is measured. Discuss one channel through which persistent inflation can sustain itself. Third, compare the product income and expenditure method of national income estimation, highlighting core inclusion, exclusion rules and major precautions. Fourth one, explain simultaneous equilibrium in the goods and money market using ISLM framework. Clarify the meaning of point of the equilibrium locus. Section B, derive the investment multiplier and interpret what constrain its size in practices. Sixth one, state the core functions of money and outline standard measures of money supply used in an economy. Seventh, present the main tradition of quantity theory of money and comment on their implications for the price level. Eighth, state the objective of monetary policy and describe principal instrument available to the central bank. Using the government sector in the Keynesian model, discuss how changes in G and T affect equilibrium output. 10th, explain what determines the slope and position of the LM curve. 11th, explain what determines the slope and position of IS curve. 12th, define the balance of payment and distinguish its main components. Comment briefly on the macroeconomic significance of imbalances. Section C, write a short notes of any two, carries 12 marks. Liquidity trap, meaning in the policy relevance. Balanced budget multiplier, concept inclusion, open market operations, role within monetary policy, core inflation, definition and use. Okay, so ഇതാണ് നമ്മുടെ മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.